ഹലോ ഹായ് എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേമ്പ് അവിയലാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേമ്പ്, ചെറിയ ചേമ്പില്ല, അതാണിത്. പിന്നെ ജീരകം, തേങ്ങ 1 കപ്പ്, മുളക്, ചുമന്ന മുളക് 2 എണ്ണം, പിന്നെ പച്ചമുളക് 1 എണ്ണം. ചേമ്പ് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇടുക. ചേമ്പിൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാനൊരു ചെറിയൊരു 8-10 ചേമ്പ് എടുത്തിട്ടുള്ളത് അരിഞ്ഞത്. അതിനനുസരിച്ചിട്ട് തേങ്ങ അവിയലൊക്കെ നിങ്ങൾക്ക് ചേർക്കുന്ന അറിയാലോ. ഞാനിവിടെ ഒരു ബൗൾ ഫുൾ എടുത്തിട്ടുള്ള 3/4 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ജീരകം, അതിൻ്റെ കൂടെ 2 ചുവന്ന മുളക്, അത് കീറിയിടണം. പിന്നെ പച്ചമുളക്, അതും മുറിച്ചിടുക. ഇത് നമുക്ക് അരയ്ക്കണം. അവിയലിന് സാധാരണ നന്നായിട്ട് അരയ്ക്കണ്ടല്ലോ, അത് അവിയലിന് ചെറുതായിട്ട് അരയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് കുക്കറിൽ ചേമ്പ് വേവിക്കാം. കണ്ടു, ഇത്രയും കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് ഉള്ള തേങ്ങയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ആദ്യം ചേമ്പ് നന്നായി വേവിക്കണം. അതിന് ചേമ്പിട്ടു, അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചു, ഉപ്പ് ഇടുക. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണൊക്കെ മതിയാകും. ഇത് കുക്കറിൽ വച്ച് വേവിക്കുക. ഒരു 4-5 വിസിലാകുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം വെന്താവും. വെന്തിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അരച്ച് വച്ചേക്കുന്ന തേങ്ങ ചേർക്കുന്നത്. കണ്ടത് തവി കൊണ്ട് ഞെക്കുമ്പോൾ അത് വെന്തതായിട്ട് കാണിക്കുന്നുണ്ട്. നന്നായി തിളച്ചു. കണ്ടോ, മഞ്ഞളുടെ നിറം ചേമ്പിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇതുപോലെ നല്ല തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഇനി നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ട് അത് തിള വന്നിട്ടേ തേങ്ങ ചേർക്കാവുള്ളൂ. തേങ്ങ നന്നായിട്ട് അവിയലിൽ ചേരുന്നവരെ, കഷ്ണങ്ങളിലും ആ വെള്ളമൊക്കെ ആയിട്ട് ചേരുന്നവരെ കുറച്ച് നേരം കൂടെ അത് അതിനകത്ത് കിടന്ന്
വേവണ വരെ നമ്മൾ വെക്കണം. ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ചേർക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. വെള്ളം കുറേശ്ശെ വറ്റി തുടങ്ങി. നമ്മുടെ മറ്റേ അവിയൽ പോലെയല്ല, ചേമ്പ് അവിയലിന് അല്പം വെള്ളം ഉള്ളതാണ്. ഇനി അല്പം വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോഴാണ് ചേമ്പിയുടെ സ്വാദ് കൂടുന്നത് കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു. കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. ചേമ്പ് അവിയൽ തയ്യാർ. നല്ല സ്വാദാണ്.